നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ 2-2.5 വർഷം കൂടുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ട്രാൻസ്ഫർ മാറിക്കൊണ്ടിരിക്കും. അപ്പം നേവിയും അല്ലെങ്കിൽ ആർമിയും അല്ലെങ്കിൽ എയർഫോഴ്സും അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വേറെ ജോലിയാണെങ്കിലും അത് അല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അറിയില്ല അടുത്ത വർഷം നമുക്ക് ഏത് വീടാണ് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാ സൗകര്യങ്ങളെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ പോകുന്നിടത്തെല്ലാം ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഇതെല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് പോകണമല്ലോ. മാത്രമല്ല ഇപ്പം നിൽക്കുന്ന ക്വാർട്ടർ ആയിരിക്കില്ല ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. അവിടുത്തെ സൗകര്യങ്ങൾ ഫർണിച്ചേഴ്സൊക്കെ ഏകദേശം ഒരുപോലെ ആണെങ്കിൽ പോലും വലുപ്പവും വൃത്തിയും ഒക്കെ വ്യത്യാസം കാണും. അപ്പം നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും നമ്മൾ മേടിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം മേടിക്കാനായിട്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കുക എപ്പോഴും. ചിലപ്പോൾ അത് അടുത്ത ക്വാർട്ടറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം അടുത്ത ക്വാർട്ടർ കിട്ടുന്ന സമയത്തിന് ഞാൻ ചിലപ്പോൾ കണ്ണൂരൊക്കെ വീട്ടിലേക്ക് പോയി നിൽക്കുമ്പം എല്ലാം അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് പതിവ്. അടുത്ത സ്ഥലത്ത് നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് അത് കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഒരുമിച്ച് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടിറക്കുമ്പോൾ അതേപോലെ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പറഞ്ഞു വന്നത്, നമ്മളിപ്പം നിൽക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ അവിടെ ത്തേക്ക് വേണ്ടിയിട്ടൊരു ഓർഗനൈസർ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം ഒന്ന് എളുപ്പമായിട്ട് തോന്നി. പക്ഷെ പിന്നെ ഞാൻ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രജിക്ക് മനസ്സിലായത്, ഒരു സൈഡ് സ്ക്വയർ പോലെയും ഒരു സൈഡ് കുറച്ചൊരു ഓവൽ പോലെ ഒരു ഡിസൈൻ പോലെയാണ്. അത് തിരിച്ചും മറിച്ചുമാണ് പ്രജി വെച്ചത്. ഇങ്ങനത്തെ ഓർഗനൈസേഷൻ പരിപാടിയിൽ ഇങ്ങനെ അസംബ്ലി ചെയ്യാനുള്ളതൊക്കെ പ്രജിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രജി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നിടം വരെ കാത്തു നിന്നത് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാമല്ലോ. ഞാൻ വീഡിയോ എടുക്കുകയും ഇത് ചെയ്യുകയും കൂടെ ചെയ്താൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട് വരുമല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പ്രജി വരട്ടേന്ന്. അപ്പം അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോയി. ഇത് വളരെ എളുപ്പമായിട്ട് അസംബിൾ ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ഒരു ഷേപ്പ് എല്ലാ സൈഡിലും ഒരേപോലെ ആയിരിക്കണം. അതേപോലെ ഈ സാധനം കുത്തുന്ന 4 കമ്പില്ലേ, ആ കമ്പും ആ കുത്തുന്ന ആ ഹോള് സ്ക്വയർ അല്ല, ജസ്റ്റ് ഒരു ഇച്ചിരി ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമായിട്ടുള്ള സ്ഥലവും ചെറിയൊരു പ്രൊജക്ഷനും ഉണ്ട് അപ്പുറത്തൊരു ലോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് മേടിക്കാൻ കാരണം ഈ ഒരു ബോക്സ് നമുക്ക് എന്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടോയ് ബോക്സ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ ഗ്രോസറീസ് വെക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് വെക്കാൻ വേണ്ടിയിട്ടോ, കുട്ടികളുടെ തുണി വെക്കാൻ വേണ്ടിയിട്ടോ, ബുക്ക് ഷെൽഫായിട്ടോ, അല്ലെങ്കിൽ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടോ, നമുക്ക് എന്താണോ നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് കുറച്ച് സ്ഥലത്ത് വെക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ 100 വട്ടം ചിന്തിക്കാനുള്ള കാരണം, ഇനി നമ്മളിപ്പോൾ ക്വാർട്ടറിലല്ലല്ലോ നിൽക്കുന്നത്. ഇപ്പം നമ്മൾക്കിനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ക്വാർട്ടർ കിട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ ഇത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരരുത്. ഞാൻ നോക്കിയപ്പോൾ അസംബ്ലി ചെയ്യാനും എളുപ്പമാണ്. അതേപോലെ നമുക്കിതെല്ലാം തിരിച്ച് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ഇവർ തന്ന ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രങ്ക് ബോക്സിലോ എല്ലാം ഒതുക്കി വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. എന്നാൽ എല്ലാ സ്ഥലത്തേക്കും, എല്ലാ ക്വാർട്ടറിലായാലും എവിടെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും ഇങ്ങനൊരു ഓർഗനൈസറിൻ്റെ ആവശ്യം എനിക്കുള്ളതായിട്ട് തോന്നി കേട്ടോ. ഇത് പെട്ടെന്നൊരു ആലോചനയിൽ അങ്ങനെ ഉണ്ടായതൊന്നുമല്ല. ഞാനൊരു 6-7 മാസമായിട്ട് വിചാരിക്കുന്നു ഇതൊന്ന് മേടിക്കണം എന്ന്. മേടിച്ച് കഴിഞ്ഞാൽ ഇത് അതേ പർപ്പസിന് വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. കാരണം ഈ വീട്ടിൽ എന്ത് വന്നാലും അതിനൊരാവശ്യക്കാരൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്ത് ഇത് ശമ്പളം എന്തിനാ അച്ഛ വേറെ മേടിച്ചു തരും കേട്ടാ. ഒരെണ്ണം കൂടി ഇങ്ങനത്തെ മേടിച്ചാൽ അത് ഗ്രേ മേടിക്കണം, റെക്റ്റാങ്കിൾ അവൻ്റെ കുറേ ബോക്സസ്. അപ്പം ഞാൻ കഴിഞ്ഞ 6-7 മാസമായ തെരച്ചിലിനിടയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് 2 എണ്ണമാണ് കേട്ടോ കണ്ടത്, നല്ല സ്റ്റേഡി ആയിട്ടും. അതിലൊന്ന് ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ മേടിക്കാമെന്ന്. ഈ ഒരു പ്രയത്നം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്ക് ഇത് അസംബിൾ ചെയ്യാഞ്ഞത് വളരെ നന്നായിന്നെ. കാരണം അത്രയും ഒട്ടിച്ചാണോ വെച്ചേക്കുന്നതെന്ന് വരെ തോന്നിപ്പോയി, അത്രയും ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സേഫായിട്ട് ഇവിടെ എത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ഈ ബോക്സ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു വാഷ് ഏരിയയുടെ സൈഡിലേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സോപ്പായി, അതായത് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് മാസത്തിലൊരിക്കൽ സാധനം മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമുക്ക് 3 പേർക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് മേടിക്കാം. അത് ഹെയർ ഓയിൽ ആയാലും, ഹെയർ ഓയിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാമെന്നാട്ടോ പറഞ്ഞത്. എല്ലാം ഡബ്ബകളിലാക്കി ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. സോപ്പ്, നമ്മുടെ ഹാൻഡ് വാഷ്, ലിക്വിഡ് വാഷ്, നമ്മുടെ ഡിഷ് വാഷ്, അതേപോലെ സ്ക്രബ്ബേഴ്സ്, നമ്മുടെ എല്ലാ സാധനങ്ങളും, നമുക്ക് ആവശ്യമുള്ള ബ്രഷ്, പേസ്റ്റ്,
അതെല്ലാം ഒരേ സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ബാത്റൂമിൽ ഇരുന്ന് തിക്കി തിരക്കാവും. പക്ഷേ ഇതാ ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ എല്ലാം കിട്ടും.